ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ കുറേ നാളായി നമ്മൾ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അതെന്താണെന്ന് ഞാൻ പറയാം. സമയം 4:45 വെളുപ്പിനെ നമ്മൾ ക്ലൗഡ് ബെഡ് കാണാനായിട്ട് പോവാണ് കേട്ടോ. ഇതെവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോകുന്നത് കാൽവറി മൗണ്ടാണ് പോകുന്നത്. ഇപ്പം ഞാൻ എടുക്കുന്ന വീഡിയോ വീട്ടിൽ എന്ന് വെച്ചാൽ ഞാൻ ഇടുക്കിയിലുണ്ടായിരുന്ന സമയത്ത് ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. അപ്പം നമ്മൾ വെളുപ്പിനെ ക്ലൗഡ് ബെഡ് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയാണിത്. ഇപ്പം ഞാൻ കുറേ നാളായി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഭയങ്കര അതിനൊരു ലാഗ് വന്നിട്ടുണ്ട്. കുറച്ച് തിരക്കായി പോയത് കൊണ്ട് നമുക്ക് വീഡിയോസ് പ്രോപ്പറായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് കുറച്ച് നാൾ മുന്നേ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്ന വീഡിയോ ആണ്. ഇതാണ് നമ്മളുടെ കാൽവരി മൗണ്ട്. നിങ്ങൾ എത്ര പേര് പോയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ എന്തായാലും പോയിരിക്കേണ്ട അല്ലെങ്കിൽ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണത്. കാരണം ഞാൻ ഇത്രയും നാൾ ഇടുക്കിയിലുണ്ടായിരുന്നിട്ടും ഞാനിവിടെ ഈ ഒരു സ്ഥലത്ത് ഞാൻ പോയിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഞങ്ങളിവിടെ പോകുന്നത്. ഈ വീഡിയോ വളരെ സ്പെഷ്യലാണെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, നമ്മളുടെ കൂടെ നമ്മുടെ സിംബയുണ്ട്. അപ്പോൾ സിംബേനെയും കൊണ്ടുണ്ട് ഞങ്ങൾ പോയിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു എന്താ പറയുക, ഒരു കുറച്ച് ഡേയ്സായിരുന്നു അത്. നമ്മൾ അത്രയും ലോങ് അവനെയും കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ പോലും അവനും ഭയങ്കരമായിട്ട് ആ ഒരു ട്രിപ്പൊക്കെ എൻജോയ് ചെയ്ത് നമ്മുടെ കൂടെ ഭയങ്കരമായിട്ട് അടിച്ചു പൊളിച്ച് ഉള്ള ഒരു 3-4 ദിവസമായിരുന്നു അത്. ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം നമ്മൾ അവനെയും കൊണ്ട് ഫസ്റ്റാണ് ഇങ്ങനെ ഇത്രയും ഒരു നമ്മൾ വീട്ടിൽ പോയിട്ടുണ്ട്, റോഡ് ട്രിപ്സ് പോയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ട്രെക്കിങ് അല്ലെങ്കിൽ ഒരു മൗണ്ട് ക്ലൈമ്പിങ് അങ്ങനത്തെ ഒരു വേ നമ്മളിത് ഫസ്റ്റ് ടൈമാണ് അവനെയും കൊണ്ട് പോകുന്നത്. ശരിക്കും ക്ലൗഡ് ബെഡ് കാണാനായിട്ടാണ് അത്രയും നേരത്തെ വന്നത്. പക്ഷേ അത്രയും നേരത്തെ വന്നിട്ട് നമുക്ക് ഇതിലേക്കുള്ള എൻട്രി കുറച്ച് ലാഗായിരുന്നു. അപ്പോൾ ആക്ച്വലി നമ്മൾ കയറിയപ്പോൾ കുറച്ച് താമസിച്ച് പോയി. സൂര്യനൊക്കെ ഉദിച്ച് വന്ന് കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ എത്തിയത്. ശരിക്കും ആ സൺറൈസിൻ്റെ സമയത്ത് ചെന്നാലേ നമുക്ക് ആ ഒരു ക്ലൗഡ് ബെഡ് കാണാൻ പറ്റത്തുള്ളൂ. അത് നമുക്ക് മിസ്സായി സത്യത്തിൽ. കാരണം നമ്മൾ ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് ഇത് എവിടെയാണ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പ്രോപ്പറായിട്ട് അറിയത്തില്ലായിരുന്നു. പിന്നെ പറ്റിയൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും സൂര്യൻ വരുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് നമ്മൾ എന്ന് വെച്ചാൽ നമ്മൾ കയറി ചെന്നത്. അവിടെയല്ലായിരുന്നു ആക്ച്വലി ചെല്ലേണ്ടത്. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ടുള്ള വഴി അറിയത്തില്ല എന്നതുകൊണ്ട് ക്ലൗഡ് ബെഡ് മിസ്സായി. പക്ഷേ അത് മിസ്സായതിൻ്റെ ഒരു സങ്കടം ഞങ്ങൾക്ക് ശരിക്കും ഫസ്റ്റ് ടൈം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ പോയി ചെന്ന് നിന്ന ആ ഒരു സ്ഥലത്തിൻ്റെ വ്യൂ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ എന്തായാലും നിങ്ങളൊരു ഇടുക്കി ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ ഈ ഒരു പ്ലേസ് എന്തായാലും വിസിറ്റ് ചെയ്യണം. നമുക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഇവൻ ഇങ്ങനെ ഉള്ള സ്ഥലത്ത് നമ്മൾ വിട്ട് കഴിയുമ്പോൾ ഓപ്പൺ ചെയ്ത് വിട്ട് കഴിയുമ്പോൾ ഇവൻ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നത്. കാരണം ഇവന് പൊതുവേ കാറ്റ് കുറച്ച് പേടിയുള്ള കൂട്ടത്തിലാണ്. നമ്മൾ ഇവനെ ഗ്രൂമിങ്ങിനൊക്കെ കൊണ്ടുപോകുന്ന സമയത്തും കുളിപ്പിച്ചൊക്കെ കഴിയുമ്പോൾ ഇവനെ ഹെയർ ഡ്രയറിൻ്റെ ആ ഒരു കാറ്റ് ഭയങ്കരമായിട്ട് പേടിയുള്ള കൂട്ടത്തിലാണ് ആശാന്. പക്ഷേ രാവിലെ ആ ഒരു സമയം ആയതുകൊണ്ട് അധികം കാറ്റില്ലായിരുന്നു. പക്ഷേ സിംബ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നത് ഞങ്ങൾ കണ്ടു. കാരണം നമ്മൾ ഇങ്ങനൊരു സ്ഥലത്ത് അവനെ ഇറക്കി അല്ലെ ആ ഒരു സംഭവം എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫസ്റ്റ് ടൈമാണ്. പക്ഷേ അവൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമായി. മാറിപ്പോയെങ്കിൽ ഇവിടെ നിന്നിട്ട് ആ ഒരു സൺറൈസിൻ്റെ ആ ഒരു ബ്യൂട്ടി അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അത് അത്രയ്ക്ക് മനോഹരമായിരുന്നു. നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. സിംബേനെയും നമ്മളെല്ലാവരും കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ഈ ഒരു വ്യൂ അതെനിക്കറിയില്ല, അത് എത്രത്തോളം അതിനൊരു ഭംഗി ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. ഇതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ഓപ്പോസിറ്റ് സൈഡായിപ്പോയി വന്നതെന്ന്. പക്ഷേ എനിക്കറിയില്ല, അത് എവിടെ നിന്നാലും നല്ല ഭംഗിയുള്ള സ്ഥലം. കാരണം നമ്മൾ നിൽക്കുന്നിടത്തുനിന്ന് താഴെ ഉള്ളൊരു വ്യൂ, ആ മൗണ്ടൻസിൻ്റെ വ്യൂ, അതൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് അടിപൊളിയായിരുന്നു.
കുറേ നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. നമ്മൾ എവിടെ പോയാലും ഏത് ട്രിപ്പ് പോയാലും സിംബയ്ക്കാണ് കേട്ടോ പ്രയോറിറ്റി കൊടുക്കുന്നത്. ഇവൻ വന്നേ പിന്നെ നമ്മൾ ഇവന് തന്നെയാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഇവനുള്ള ഫുഡും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഓൾറെഡി കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. കാരണം അത്യാവശ്യം ഞാൻ പറഞ്ഞു നമ്മൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ ചെക്കന് ചെറുതായിട്ട് വിശക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ എപ്പോഴും അവരെ കൊണ്ട് എവിടെ പോയാലും നമ്മൾ എപ്പോഴും ഫുഡ് കയ്യിൽ കരുതും. ക്ലൗഡ് ബെഡ് കാണാൻ പറ്റില്ല എന്നൊരു സങ്കടം ഞങ്ങൾക്ക് വരുന്ന വഴിക്കുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് അവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ആ ഒരു വ്യൂ ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ പറഞ്ഞു സാരമില്ല, നമുക്ക് നെക്സ്റ്റ് ടൈം എന്തായാലും അത് മിസ് ചെയ്യാണ്ട് വരാം എന്നുള്ള പ്ലാനിൽ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ഈ ഒരു ഡേ തന്നെ നമ്മൾ വേറൊരു സ്ഥലത്തും പോയിട്ടുണ്ടായിരുന്നു. ആ സെക്കൻഡ് പാർട്ട് ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ബൈ.